കേരളത്തിലെ വ്യവസായ സഹകരണ സംഘങ്ങളുടെ ചരിത്രത്തിൽ സുപ്രധാനമായ സ്ഥാനമാണ് കേരള ദിനേശ് ബീഡി തൊഴിലാളി കേന്ദ്ര സഹകരണ സംഘത്തിനുള്ളത്. പരമ്പരാഗതമായി കൈത്തൊഴിലിൽ ഏർപ്പെട്ട് അതിനെ ഉപജീവനമാർഗമായി ശാംശീകരിച്ച് ഒരു ജനതയുടെ അതിജീവനത്തിൻ്റെ അടയാളപ്പെടുത്തുന്നതാണ് അതിൻ്റെ ചരിത്രവും സമകാലിക പ്രവർത്തനവും. വാണി, കോഴിക്കോട്. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിഷിതകുമാരി. പ്രധാന വാർത്തകൾ. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ ഇന്നലെ വൈകിട്ടുണ്ടായ തീപിടുത്തത്തിൽ വിവിധ വകുപ്പുകളുടെ പരിശോധന തുടങ്ങി. കൊച്ചി വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങൾ ഡിജിറ്റൈസ് ചെയ്യുന്ന പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ +2 VHSE പരീക്ഷാ ഫലം ഈ മാസം 22-ന്. അടുത്ത അധ്യയന വർഷം മുതൽ സംസ്ഥാനത്തെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക്സ് പഠനത്തിന് അവസരം. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ ഇന്നലെ വൈകിട്ടുണ്ടായ തീപിടുത്തത്തിൽ വിവിധ വകുപ്പുകളുടെ പരിശോധന തുടങ്ങി. പോലീസിനും അഗ്നിസുരക്ഷാ സേനയ്ക്കും പുറമെ വൈദ്യുതി വകുപ്പിന്റെ പരിശോധനകളും പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് പ്രതിനിധി AC നസീർ ബാബു. കേരള ദിനേശ് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കഥ നമുക്കൊന്ന് പരിശോധിക്കാം അല്ലേ? വടക്കേ മലബാറിൻ്റെ സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തിക, വിദ്യാഭ്യാസ, വ്യവസായ മേഖലകളിൽ വലിയ ചലനം സൃഷ്ടിച്ച ഒരു പ്രസ്ഥാനമാണ് കേരള ദിനേശ് ബീഡി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്ന കേരള ദിനേശ് ബീഡി തൊഴിലാളി കേന്ദ്ര സഹകരണ സംഘവും അനുബന്ധമായി പ്രവർത്തിച്ച് വരുന്ന പ്രൈമറി സഹകരണ സംഘങ്ങളും. എല്ലാ വ്യാവസായിക പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിന് ഒരു കേന്ദ്ര സംഘവും 23 പ്രൈമറി സംഘവും ഇപ്പോൾ 18 പ്രൈമറി സംഘങ്ങൾ മാത്രം എന്നതാണ് ദിനേശിൻ്റെ ഘടന. ബീഡി തൊഴിലാളികളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ബീഡി സിഗാർ വർക്കേഴ്സ് അല്ലെങ്കിൽ കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ആക്ട് നടപ്പിലാക്കാൻ വിസമ്മതിച്ച് കേരളത്തിലെ വടക്കേ മലബാറിലെ ബീഡി ഉത്പാദനം നിർത്തിവെച്ച് ഉടമകളെല്ലാം പ്രവർത്തനം സ്വന്തം സംസ്ഥാനമായ ബീഡി നിയമം ബാധകമായിട്ടില്ലാത്ത കർണാടകത്തിലേക്ക് മാത്രമായി ചുരുങ്ങിയപ്പോൾ ആയിരക്കണക്കിന് തൊഴിലാളികൾ കോഴിക്കോടിന് വടക്കു മുതൽ മഞ്ചേശ്വരം വരെ പട്ടിണിയിലായപ്പോൾ കേരളത്തിലെ അന്നത്തെ ഇടതുപക്ഷ സർക്കാർ മുൻകൈയെടുത്തിട്ടാണ് 1969 കേരള ദിനേശ് എന്ന വ്യവസായ സഹകരണ രംഗത്തെ തിളങ്ങുന്ന നക്ഷത്രം പിറവികൊള്ളുന്നത്. 1969 ആരംഭിച്ചു 2025 56 വർഷം തികയുന്ന ഈ വേളയിൽ ദിനേശിന് ഇടക്കാലത്ത് നേരിട്ട ക്ഷീണവും തുടർന്ന് ഒത്തൊരുമിച്ച് പ്രവർത്തനത്തിലൂടെ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ സാധിച്ചതും ഒന്ന് ഓർത്തു നോക്കുന്നതാണ് നല്ലതാണ്. ചരിത്ര വിദ്യാർത്ഥികൾക്കും ദിനേശിൻ്റെ പ്രവർത്തനം സസൂക്ഷ്മം വീക്ഷിക്കുന്നവർക്കും അറിവ് പകരും. 1969 കേവലം 25,000 തൊഴിലാളികളെയും അഭ്യുദയകാംക്ഷികളെയും മെമ്പർമാരാക്കിക്കൊണ്ട് ആരംഭിച്ച ദിനേശ് ബീഡി എന്ന ഈ പ്രസ്ഥാനം ബാലാരിഷ്ടതകളെല്ലാം തരണം ചെയ്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ തുടങ്ങിയിരുന്നു. 1990 ആകുമ്പോഴേക്കും 42,000 തൊഴിലാളികളും ഉൾക്കൊള്ളുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തൊഴിലാളി വ്യവസായ സഹകരണ സംഘം എന്ന പദവിയിലേക്ക് എത്താൻ ദിനേശിന് കഴിഞ്ഞു. പക്ഷേ അപ്പോഴേക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സർക്കാർ ഇതര സംഘടനകളും പുകവലിയുടെ വിപത്തുകളെക്കുറിച്ചും മറ്റും പ്രചാരണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ ധാരാളം ചെറുകിട ബീഡി ഉൽപ്പാദക യൂണിറ്റുകളും പ്രധാനമായി നിലവിൽ വരാനും തുടങ്ങിയിരുന്നു. കൂടാതെ കേരളത്തിലെ ജനങ്ങളുടെ ഉയർന്നു വന്ന ക്രയവിക്രയശേഷി
തുടങ്ങിയവരുടെയും ഫലമായി ബീഡി ഉൽപ്പന്ന താഴേക്ക് വരാൻ തുടങ്ങിയിരുന്നു. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. മറക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ മറക്കാൻ പറ്റാതില്ല. ഞാൻ എല്ലാ ദിവസവും ഈ കമ്പനിയിൽ പണിയെടുക്കലില്ല. അത്യാവശ്യം പുറത്ത് പണിക്ക് പോകുന്നതാണ്. അല്ല ഈ ഇതത്രയും സഹിച്ചതിന് കമ്പനിയെയും ഇപ്പൊ തൊഴിലാളി നമ്മൾ ഓലിമലം ബ്രാഞ്ചിൽ നിന്ന് ഇങ്ങനെ 22 ആൾ ഈ വർഷം വരുന്നുണ്ട്. വലിയ തൊഴിലാളിയായിട്ട് നമുക്ക് ഇനിയും ഒരു നല്ല ഓർമ്മയായിട്ട് ഇനിയും നല്ല കാര്യം ചെയ്യാൻ പോവുകയെല്ലാം ചെയ്ത് നല്ലൊരു തൊഴിലാളി നമുക്ക് പിരിഞ്ഞു പോകുമ്പോൾ അതിൻ്റെതായ ഒരു വിഷമം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഓരോരുത്തരും പോകുമ്പോൾ നമുക്ക് മനസ്സിന്നൊരു വിഷമങ്ങളുണ്ട്. നമ്മളിപ്പോൾ നാളെ അടുത്തോളം നമ്മൾ ഓലിമലം ബ്രാഞ്ചിൽ നിന്ന് ഇങ്ങനെ 22 ആൾ ഈ വർഷം വരുന്നുണ്ട്. വലിയ തൊഴിലാളിയായിട്ട് നമുക്ക് ഇനിയും ഒരു നല്ല ഓർമ്മയായിട്ട് ഇനിയും നല്ല കാര്യം ചെയ്യാൻ പോവുകയെല്ലാം ചെയ്ത് നല്ലൊരു തൊഴിലാളി നമുക്ക് പിരിഞ്ഞു പോകുമ്പോൾ അതിൻ്റെതായ ഒരു വിഷമം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഓരോരുത്തരും പോകുമ്പോൾ നമുക്ക് മനസ്സിന്നൊരു വിഷമങ്ങളുണ്ട്. നമ്മളിപ്പോൾ നാളെ അടുത്തോളം നമ്മൾ പോകും. എല്ലാവരും പോകുന്നതാണ്. നമ്മളിവിടെ രാത്രി ഉറങ്ങാനാണ് വീട്ടിൽ പോകുന്നത്. രാവിലെ ഇവിടെ വന്ന് നല്ല കാര്യങ്ങൾ ചിലപ്പോൾ സംസാരിച്ചും കളിച്ചും സന്തോഷിച്ചും ഈ പഞ്ചായത്തിൽ മുഴുവൻ കഥയും പറഞ്ഞിട്ടെന്ന് പറഞ്ഞ പോലെ നടക്കുന്ന കൂട്ടറാണ് നമ്മൾ. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ഇത് നമ്മുടെ വീൽപ്പടിൻ്റെ അവസ്ഥയെല്ലാം ഇനി കുറഞ്ഞ് വരികയാണ്. എന്നാലും ഒരാൾ പോകുമ്പോൾ നമുക്കതൊരു വിഷമമുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ട് വർഷങ്ങൾ പൂർത്തിയാക്കി കൊല്ലം പൂർത്തിയാക്കി പോകുന്നുണ്ട്. അതിൽ നമുക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ട് ഇനിയും ഇവിടെ നമ്മളെല്ലാവരുമായിട്ട് ബന്ധപ്പെടണ്ട എന്നുള്ളൊരു ഇതാണ് നമുക്ക് പറയുന്നത്. മാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമലയിൽ രാത്രി നട അടയ്ക്കും. ഉച്ചയ്ക്ക് അയ്യപ്പസ്വാമിക്ക് സഹസ്ര കലശാഭിഷേകം നടക്കും. ഗാനരചയിതാവ് പി ഭാസ്കരന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് ആകാശവാണി കണ്ണൂർ നിലയത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഒരു വർഷത്തെ പ്രതിമാസ പ്രഭാഷണ പരമ്പര കണ്ണീരും സ്വപ്നങ്ങളും വൈകിട്ട് സമാപിക്കും. കണ്ണൂർ ജവഹർ ഓഡിറ്റോറിയത്തിൽ സമാപന സമ്മേളനം ശ്രീകുമാരൻ തമ്പി ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് സമാപന സമ്മേളനത്തിന് ശേഷം പി ഭാസ്കരൻ പുതുക്കിപ്പണിത മലയാളി ഭാവുകത്വം എന്ന വിഷയത്തിൽ കവി വീരാൻകുട്ടി സംസാരിക്കും. തുടർന്ന് ഭാസ്കര ഗാനങ്ങളുടെ പുനരാവിഷ്കരണവും ഉണ്ടായിരിക്കും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന കരിപ്പൂരിൽ നിന്ന് ഇതുവരെ 23 വിമാനങ്ങളിലായി 3967 പേർ മക്കയിലെത്തി. ഇന്നും നാളെയും 2 വീതം സർവീസുകളും ബുധനാഴ്ച 3 സർവീസും